ഡോക്ടർ എന്ത് പറഞ്ഞു മോളെ? ഡോക്ടർ ചോദിച്ചിട്ട് നന്ദ് വ്യക്തമായിട്ട് മറുപടി ഒന്നും കൊടുത്തില്ല. 1-2 ജനറൽ ടാബ്ലറ്റ്സ് തന്നു. ഉറക്കമില്ലായ്മ കൊണ്ടായിരിക്കും എന്നൊക്കെയാ പറയുന്നത്. നന്നായിട്ട് വിശ്രമിക്കാനൊക്കെ പറഞ്ഞു. 2 ദിവസം കൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിന് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ക്ഷീണമൊക്കെ മാറിയൊന്നെന്താ? എനിക്ക് ക്ഷീണമൊന്നുമില്ല. പനിയുണ്ട്. ഡോക്ടർ പറഞ്ഞതുപോലെ നന്നായിട്ടൊന്ന് വിശ്രമിക്കണം. എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ചു നേരം ഉറങ്ങിയാൽ മതിയായിരുന്നു. മോനെ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട. മോളുടെ ഇന്നത്തെ പ്രോഗ്രാം എല്ലാം മുടങ്ങിയല്ലോ. ഓഫീസിൽ ഇൻഫോം ചെയ്തിട്ടില്ലേ? ഊവച്ച, ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു ഇന്ന്. എന്താ മോളെ? ഷാരിയുടെ കോളേജില് ആർട്സ് ഡേ ഇനാഗുറേഷന് എന്നെയാ വിളിച്ചിരിക്കുന്നത്. നേരത്തെ ഏറ്റതാ. അവരൊക്കെ എന്നെ പ്രതീക്ഷിച്ചിരിക്കുക. സമയം കഴിഞ്ഞിട്ടില്ലല്ലോ. മോള് പോയിട്ട് വാ. മരുന്നൊക്കെ ഞങ്ങൾ കൊടുത്തോളാം. അതെ, ചെറിയ പനിയല്ലേ ഉള്ളൂ, ഞങ്ങൾ നോക്കിക്കോളാം. മോള് പോക്കോ. എന്നാ വാ നന്ദു, മുറിയിലോട്ട് പോയി ഒന്ന് റെസ്റ്റ് എടുക്കാം. വാ ചെല്ലു മോനെ. വാ. സിദ്ധു, നന്ദൻ എന്തോ ഒരു ഡിപ്രഷൻ ഉണ്ട്. അതൊന്നുകിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഋഷിയുടെ കാര്യത്തില്. അതെന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. വരട്ടെ, പനി കുറഞ്ഞിട്ട് അവനോട് സംസാരിക്കാം. നന്ദു, സമാധാനമായിട്ട് വിശ്രമിക്ക. ഒട്ടും വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെയുണ്ട്. എന്താ നന്ദു, വീണ്ടും ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? പറ നന്ദു എന്നോട്, എന്താ ബുദ്ധിമുട്ട്? ഒന്നുമില്ല. എന്തായാലും ഇന്നിനി നന്ദു ഓഫീസിലൊന്നും പോവണ്ട. കെവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നന്ദുവിന് പനിയാന്ന്. ഡ്രസ് മാറ്റ്. ടീഷർട്ട് എടുത്ത് തരട്ടെ? വേണമെങ്കിൽ ചൂടുവെള്ളത്തിലൊന്ന് മേല് കഴിക്കോ. കുറച്ചു നേരം കിടന്നുറങ്ങുമ്പോ എല്ലാം മാറിക്കോളും. പറയുന്ന കേൾക്കുന്നുണ്ടോ? കേട്ടോ. വെള്ളം ചൂടാക്കട്ടെ മേല് കഴുകാൻ? ഇപ്പൊ വേണ്ട. ഡ്രസ് മാറ്റ്. ഈ ടീഷർട്ട് ഇട്ടോ. പിന്നെ ഞാനൊന്ന് ഓഫീസിൽ പൊക്കോട്ടെ. ഒരു 5 മിനിറ്റിന്റെ കാര്യമുള്ളൂ. ആ കൂട്ടത്തില് ഷാരിയുടെ കോളേജിലും കയറാലോ. പോയിക്കോട്ടെ. എന്നാ ഞാൻ റെഡി ആവട്ടെ. ഡ്രസ് മാറ്റ്. ഞാൻ മാറ്റിക്കോളാം. റെഡി ആയിക്കോ. ശരി.